നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലീക്ക് ആയിട്ടുണ്ടോ? ഒരൊറ്റ ക്ലിക്കിൽ നമുക്കിത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കറിയാം, സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം ജിമെയിൽ അക്കൗണ്ട് എന്നത് അതിൻ്റെ കീ ആണ്. ഈ ഒരു താക്കോൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ മൊബൈലിൽ സേവ് ചെയ്യുന്ന കോൺടാക്റ്റ് ലിസ്റ്റുകൾ കംപ്ലീറ്റ് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലാണ് സേവ് ആയി കിടക്കുന്നുണ്ടാകുക. അതിന് പുറമെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാകും. പിന്നെ ഗൂഗിൾ ഫോട്ടോസ്, അതിൻ്റെ ബാക്കപ്പ് എങ്ങാനും നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും അതേ സമയം തന്നെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ അപ്ലോഡ് ആകുകയും ചെയ്യും. പിന്നെ വാട്സപ്പിൻ്റെ ബാക്കപ്പ്, ഇതും നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ലിസ്റ്റുകൾ കംപ്ലീറ്റ് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ ആഡായി കിടക്കുന്നു ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ചാവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ID, ജിമെയിൽ അക്കൗണ്ട് ഇത് ലീക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്കിത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി എങ്ങാനും അങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു മെയിൽ ID ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഈ ഒരു മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെക്ക് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്താൽ കുറച്ച് നേരം കൊണ്ട് തന്നെ കണ്ടോ, ഡാറ്റ ബ്രീച്ചസ് എന്ന ഈ ഒരു ഭാഗം ഗ്രീൻ കളറിലാണ് 0 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു മെയിൽ ID എവിടെയും ലീക്ക് ആയിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മറ്റൊരു മെയിൽ ID ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മെയിൽ ID ഇവിടെ ചെക്ക് എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, 3 സ്ഥലത്ത് എൻ്റെ മെയിൽ ID ലീക്ക് ആയിട്ടുണ്ട് എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ലീക്ക് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ലീക്ക് ആയിട്ടുള്ളത്, ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ ഏപ്രിൽ 2025 എൻ്റെ മെയിൽ ID ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ അഡ്രസ്സസ് അതുപോലെ തന്നെ പാസ്വേഡ്സ് അതൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ ലീക്ക് ആയിട്ടുള്ളത്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 2020 ഈ ഒരു സൈറ്റിലും എൻ്റെ മെയിൽ ID ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ ബ്രൗസർ യൂസർ അർജൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സസ്, IP അഡ്രസ്സസ് അതുപോലെ തന്നെ നെയിംസ്, പാസ്വേഡ്സ് അതൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി കാണാം. ഡിസംബർ 2018 ഈ ഒരു സൈറ്റിലും എൻ്റെ മെയിൽ ID ലീക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇമെയിൽ അഡ്രസ്സസ് അതുപോലെ തന്നെ ജിയോഗ്രാഫിക് ലൊക്കേഷൻസ് അതുപോലെ തന്നെ നെയിംസ്, പാസ്വേഡ്സ്, ഫോൺ നമ്പേഴ്സ്, സ്പോക്കൺ ലാംഗ്വേജസ്, യൂസർ നെയിംസ് അതൊക്കെ ഇവിടെ ലീക്ക് ആയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമുക്കൊരിക്കലും തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ലോഗൗട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ID യിൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഴയ ആ ലീക്കായിട്ടുള്ള സൈറ്റുകൾ വീണ്ടും കാണിച്ചെന്ന് വരും. പക്ഷേ നമ്മൾ അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏത് ഡേറ്റിലാണ് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തത് ആ ഡേറ്റ് മുതൽ അങ്ങോട്ട് ഏതെങ്കിലും സൈറ്റിൽ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ പുതുതായിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്തതൊന്നും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ID, എത്ര മെയിൽ ID ഉണ്ടെങ്കിലും ഈ ഒരു സൈറ്റിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക. അങ്ങനെ എന്തെങ്കിലും ലീക്കേജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ID യുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.